കുറ്റിപ്പുറം അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ബസ്സിന് എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാഹനം ഡിവൈഡറിൽ ഇടിച്ച് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിലവിൽ വാഹനം അവിടേക്ക് വരുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കാണാം. മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതല്ല, തെന്നിപ്പോകുന്നതാണ്. വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിപ്പോയി ആ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയാണ്. കൃത്യമായ വാഹനത്തിന്റെ മധ്യഭാഗം തന്നെ ഡിവൈഡറിലേക്ക് പോയി ഇടിക്കുന്നത് നമുക്ക് കാണാം. അവിടെ വെച്ചിരുന്ന ബാരിക്കേഡ് അടക്കം തകർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഡറിലേക്ക് പോയി ഇടിച്ച് മറിയുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആ മധ്യഭാഗം ഇടിച്ചത് കൊണ്ട് തന്നെയാണ്, വളരെ വേഗത്തിൽ തന്നെയാണ് വാഹനം വന്നതും ഇടിച്ച് നേരെ മറിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ അപകടമാണ്. വീഴ്ചയിൽ തന്നെ വാഹനത്തിലെ ടയറുകൾ അടക്കം ഊരിത്തെറിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്നത് നേരത്തെ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ടായിരുന്നു. കാരണം ആളുകളൊന്നും ഉണ്ടായിരുന്ന സമയമല്ല, വന്ന വാഹനങ്ങൾ അവിടെ നിർത്താതെ പോവുകയും ചെയ്യുന്നുണ്ട്. തൊട്ടു മുന്നിൽ ഒരു ഇരുചക്ര വാഹനം കടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ മാത്രമാണ് ഈ വാഹനം ഇടിച്ചു മറിഞ്ഞിട്ടും മീറ്ററുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് ആ ഇരുചക്ര വാഹനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊട്ട് മുൻപിൽ ആ വാഹനമുണ്ട്, പക്ഷേ ഇടിച്ചു മറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷവും ആ വാഹനം കേടുപാടുകളില്ലാതെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ആ ദുരന്തം എങ്ങനെയുണ്ടായി എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ വ്യക്തമാവുകയാണ് CCTV ദൃശ്യങ്ങളിലൂടെ. അതെ മാധു, ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അല്പദൂരം മുൻപ് തന്നെ ഈ ബസ് ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. ബ്രേക്ക് കിട്ടാതെ നിരങ്ങി നീങ്ങി ഈ ബസ് മുന്നോട്ട് വരുന്നു. ശേഷം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ആ പാതയിലൂടെയാണ് ബസ് മുന്നോട്ട് വരുന്നത്. അതിനുശേഷം ഏതാണ്ട് മീറ്ററുകൾ ദൂരം അത് ബ്രേക്ക് നഷ്ടമായി നിരങ്ങി നീങ്ങി മുന്നോട്ട് വരികയും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറി ശേഷം നെടുകെ പിളരുന്നതുമാണ് നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ